ഡാർക്ക് വെബ് വഴി ലഹരി കച്ചവടം നടത്തുന്ന വലിയൊരു ശൃംഖലയെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇന്ന് തകർത്തിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. മൂവാറ്റുപുഴ സ്വദേശി എഡിസനെ NCBയുടെ കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ മുഖ്യ ഇടനിലക്കാരനാണ് എന്ന് NCB കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷമായി ഇയാൾ ഡാർക്ക് വെബ് ഉപയോഗിച്ച് ലഹരി കച്ചവടം നടത്തുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ആൻമരിയ, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടോ? ഈ എഡിസൺ ഒരു ഇടനിലക്കാരനാണ്. അയാളെ കൂടാതെ വലിയ കണ്ണികൾ ഈ ലഹരി ശൃംഖലയിലൊക്കെ ഉണ്ടാകും. അവരെക്കുറിച്ചുള്ള വിവരങ്ങളും NCBക്ക് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഏകദേശം ഒരു 6 മാസമായിട്ട് NCB നടത്തുന്ന അന്വേഷണത്തിനൊടുവിലാണ് മുഖ്യ കണ്ണിയിലേക്ക് ഈ കേസ് എത്തുന്നത്. അതായത് ഈ ഡാർക്ക് വെബിലൂടെ നേരത്തെ തന്നെ ലഹരി കച്ചവടം നടത്തുന്നു എന്നൊക്കെ നേരത്തെ മുതൽ തന്നെ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ആദ്യ അറസ്റ്റ് നടക്കുന്നത് മഹാരാഷ്ട്രയിലടക്കം ഇതിന്റെ ആദ്യത്തെ അറസ്റ്റുകൾ നടക്കുന്നുണ്ട്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അത് കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള എഡിസണിലേക്ക് ഈ ഒരു കേസ് എത്തി നിൽക്കുന്നത്. അത് മുഖ്യ കണ്ണിയാണ് ഈ എഡിസൺ എന്ന് പറയുന്ന വ്യക്തി. ഏകദേശം ഒരു 2 വർഷമായിട്ട് ഡാർക്ക് വെബിലൂടെ ഈ കച്ചവടം നടത്തുന്നു, ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കച്ചവടം നടത്തുന്നു എന്നാണ് NCB കണ്ടെത്തിയിരിക്കുന്നത്. 6 മാസമായിട്ട് NCB നടത്തുന്ന അന്വേഷണത്തിനൊടുവിലാണ് കൃത്യമായിട്ടുള്ള തെളിവുകളിലൂടെ ഈ എഡിസണിലേക്ക് എത്തുന്നത്. ഇയാളുടെ വീട്ടിൽ നിന്ന് ഇന്ന് നടത്തിയ പരിശോധനയിൽ NCB കണ്ടെത്തിയിരിക്കുന്നത് 1127 LSD സ്റ്റാമ്പുകളും 131.36 ഗ്രാം കെറ്റാമിനും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ 70 ലക്ഷം രൂപ വിലമതിക്കുന്ന ക്രിപ്റ്റോ കറൻസിയും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ട്രാൻസാക്ഷനുകളൊക്കെ നടക്കുന്നത് ക്രിപ്റ്റോയുടെ മറവിലാണ് ട്രാൻസാക്ഷനുകൾ നടക്കുന്നത്. അത് മാത്രമല്ല, ഇടപാട് ഡാർക്ക് വെബിൽ ആയതുകൊണ്ട് തന്നെ ഇടപാടുകാരും കച്ചവടക്കാരും തമ്മിൽ പരസ്പരം അറിയുകയുമില്ല. അത് മാത്രമല്ല, ഡാർക്ക് വെബിലെ മേൽവിലാസമില്ലാത്ത ഐഡികളായിരിക്കും ഈ ഡീൽ സംസാരിക്കുന്ന ഇടമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ NCBക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പരിമിതികൾ ഉണ്ടായിരുന്നു, പ്രതിയിലേക്ക് എത്തുന്നതിന് സാധിച്ചിരുന്നില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള അന്വേഷണം, അത് 6 മാസം നീണ്ട രഹസ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള എഡിസണിലേക്ക് എത്തുന്നത്. ഡാർക്ക് വെബ് വഴി ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയിരിക്കുന്നത് ബംഗളൂരു, ചെന്നൈ, ഭോപ്പാൽ എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പനകൾ നടത്തുന്നതും. രാജ്യത്താകെ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് പാഴ്സൽ വഴി ഒരു ലഹരി വിൽപ്പന നടക്കുന്നു. അത് ഞെട്ടിക്കുന്നതാണ്. അത് കേരളത്തിലേക്ക് എത്തിക്കുന്നത് അതിലും വലുതായിട്ട് ഞെട്ടിക്കുന്നത് അത് മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള എഡിസൺ ആണ്. എഡിസൺ എന്ന് പറയുന്നത് അത് മുഖ്യ കണ്ണിയാണ്. ഇതിന്റെ പിന്നിൽ മറ്റുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് പിടിയിലാകാനുള്ളത് എന്ന് NCB തന്നെ കണ്ടെത്തും. ഈ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തീർച്ചയാണ്. വിജയകുമാർ. യെസ്, കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഇയാൾ NCBയുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. അയാളിലേക്ക് ഒടുവിൽ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ ശൃംഖലയാണ് ഇപ്പോൾ. അതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ തീരുന്നതല്ല. ഒരുപക്ഷെ അതിൻ്റെ വേരുകൾ രാജ്യത്ത് ആകെ ഉണ്ടാകും. അതിലേക്ക് NCBക്ക് എത്താൻ കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.